നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്ക് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീതിയിൽ ലോകരാജ്യങ്ങൾ. റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈൽ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചതാണ് അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ ആക്രമണ സാധ്യത വർദ്ധിപ്പിച്ചത്. തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുതെന്നും അവിടെയുള്ളവരോട് രാജ്യം വിടാനും റഷ്യ നിർദ്ദേശിച്ചത് റഷ്യ വലിയ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണെന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. യുക്രൈൻ തലസ്ഥാനം റഷ്യ തരിപ്പണമാക്കുന്നത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ അതോ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ തന്നെ ആണവായുധം പ്രയോഗിക്കുമോ എന്നതു മാത്രമാണ്. ഇത്തരമൊരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലോകമുള്ളത്. റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഒറേഷ്നിക്കിനെയും അമേരിക്കയെ മൊത്തം നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന സാത്താൻ 2വിനെയും തടയാൻ ശേഷിയുള്ള ഒരായുധവും നിലവിൽ ലോകത്ത് തന്നെയില്ല. പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ പതിച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ മുൻപ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസമാണ് അമേരിക്ക യുക്രൈന് അനുമതി നൽകിയത്. ഇതിനെതിരെ അമേരിക്കയിൽ തന്നെ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് ജോ ബൈഡൻ എടുത്ത ഈ തീരുമാനം മൊത്തം അമേരിക്കക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നതാണെന്നാണ് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നേതാക്കളും അഭിപ്രായപ്പെട്ടത്. അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം ഒരു തരത്തിൽ യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. അതുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണെന്നും റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതാണ് ജോ ബൈഡനെ ചൊടിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. പടിയിറങ്ങും മുൻപ് വലിയ സാമ്പത്തിക സഹായവും യുക്രൈന് ബൈഡൻ ഭരണകൂടം അനുവദിച്ചു. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ $300 ബില്യൺ ആസ്തി മരവിപ്പിച്ചിരുന്നു. ജൂണിൽ G7 അംഗങ്ങൾ യുക്രൈന് $50 ബില്യൺ വായ്പയായി വാഗ്ദാനം ചെയ്തത്. യുക്രൈന് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന ഈ തുക മരവിപ്പിച്ച റഷ്യൻ ഫണ്ടിൽ നിന്ന് എടുത്തതുമാണ്. ആയുധങ്ങൾ വാങ്ങാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനുമാണ് യുക്രൈൻ ഈ സഹായം നൽകിയത്. യുക്രൈനിനെ സഹായിക്കാനുള്ള തുക മുഴുവനും കണ്ടെത്തുന്നത് ഇങ്ങനെ റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ടുകളിൽ നിന്നുള്ളതാണ് എന്നതാണ് റഷ്യയെ ചൊടിപ്പിക്കുന്ന കാര്യം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഫെഡറൽ ഫിനാൻസിംഗ് ബാങ്കുമായി $20 ബില്യൺ 40 വർഷത്തെ വായ്പയ്ക്കായുള്ള കരാറിനും യുക്രൈൻ സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം റഷ്യയ്ക്ക് ഉണ്ടാക്കിയ പക കത്തിപ്പടരുന്നതിനിടെയാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമാനമായി അമേരിക്കയുടെ കൂടുതൽ മിസൈലുകൾ റഷ്യൻ മണ്ണിലേക്ക് പ്രയോഗിച്ചത്. ഇതോടെ യുക്രൈനും അമേരിക്കയ്ക്കും എതിരെ ഏതു നിമിഷവും ഒരു വലിയ ആക്രമണം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. യുക്രൈൻ തലസ്ഥാനം ഇനി അവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ യുദ്ധവിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം റഷ്യയുടെ സമനില തെറ്റിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകേണ്ട സാഹചര്യം വന്നാൽ ലണ്ടൻ, വാഷിംഗ്ടൺ, ബെർലിൻ, കീവ് നഗരങ്ങൾക്ക് നേരെ ആണവ മിസൈലുകൾ തൊടുത്തുവിടുമെന്ന് റഷ്യൻ ഭീഷണി നിലവിലുണ്ട്. ഡിമിത്രി മെഡ്വഡേവ് ആണ് ഇക്കാര്യം പറഞ്ഞത്. റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി തലവനാണ് ഡിമിത്രി മെഡ്വഡേവ്. 2008 മുതൽ 2012 വരെ റഷ്യൻ പ്രസിഡന്റായിരുന്നു. ഡിമിത്രി മെഡ്വഡേവ് പുടിന്റെ ഉറ്റ അനുയായി കൂടിയാണ്. ഇദ്ദേഹം പറയുന്നത് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഒരു ലോക മഹായുദ്ധത്തിലെ കലാശിക്കൂ എന്നാണ്. സകല സന്നാഹങ്ങളുമായി പാശ്ചാത്യ ശക്തികളെ ആക്രമിക്കുമെന്നും തങ്ങളുടെ ആണവായുധ പരിധിയിലുള്ള മറ്റു പല രാജ്യങ്ങളും ആക്രമണത്തിന് ഇരയാകുമെന്നതും ഡിമിത്രി മെഡ്വഡേവ് പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ ഭാഗമാണ് എന്ന് പുടിൻ ചിന്തിക്കുന്ന പ്രദേശങ്ങൾ റഷ്യയ്ക്ക് തന്നെ വിട്ടുനൽകാൻ യുക്രൈനും പാശ്ചാത്യ ശക്തികളും തയ്യാറാകണമെന്നാണ് ഡിമിത്രി മെഡ്വഡേവ് പറഞ്ഞത്. അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തിക്കും മുൻപ് അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയ്ക്കാണ് കഴിയുക. ഇതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അനുമതി മാത്രം മതി. അമേരിക്കയെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന പകയാണ് നിലവിൽ റഷ്യൻ സൈനികർക്കുള്ളത്. യുക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾ പുതിയ സംഭവവികാസങ്ങളെ ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നത്. തെക്കൻ റഷ്യൻ നഗരമായ ടാഗൻഡോഗിന് സമീപമുള്ള റഷ്യൻ സൈനിക എയർഫീൽഡിന് നേരെയാണ് യുക്രൈൻ സൈന്യം 6 അമേരിക്കൻ നിർമ്മിത ATACMS മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്.
ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. ഈ ആക്രമണത്തിന് ശക്തമായ പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏത് രൂപത്തിലാകുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. യുക്രൈൻ സേന തൊടുത്തുവിട്ട 6 അമേരിക്കൻ മിസൈലുകളിൽ 2 എണ്ണം റഷ്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തി. മറ്റ് 4 എണ്ണം ഇലക്ട്രോണിക് വാർഫെയറിലാണ് പതിച്ചത്. ഈ ആക്രമണത്തിൽ എയർഫീൽഡിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. 2 അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും നിരവധി കാറുകളും തകർക്കപ്പെടുകയും ചെയ്തു. മിസൈലുകളുടെ ശകലങ്ങൾ വീണ് ഏതാനും റഷ്യൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുമെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയതും. മുൻപ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് ഒറഷ്നിക് മിസൈൽ പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടാണ് റഷ്യ മറുപടി നൽകിയത്. വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിച്ചു വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ യുക്രൈനും നാമാവശേഷമാകും. യുക്രൈനു പുറമെ നാറ്റോ രാജ്യങ്ങളിലെ 42 സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും ഒറഷ്നിക് മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട്. കടുങ്കൈ പ്രയോഗിക്കേണ്ടി വന്നാൽ ഇതിനു മുൻപ് ഈ 42 കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കാൻ റഷ്യയ്ക്ക് കഴിയും. ഒറഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് അമേരിക്കയ്ക്ക് റഷ്യ വിവരം കൈമാറിയിരുന്നു. പക്ഷേ ഒറഷ്നിക് ആധുനിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക യുക്രൈനിൽ സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ സാധിച്ചില്ല. ഈ യാഥാർത്ഥ്യം അമേരിക്കൻ ചേരിയെ ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള റഷ്യ അതെടുത്ത് പ്രയോഗിക്കില്ല എന്നാർക്കും ഉറപ്പു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. റഷ്യ അത്തരമൊരു തീരുമാനമെടുത്താൽ അത് ഈ ലോകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. പണ്ട് ജപ്പാനിൽ അണുബോംബിട്ട സാഹചര്യമല്ല ഇന്ന് ലോകത്തുള്ളത് എന്ന കാര്യം അമേരിക്കയും സഖ്യകക്ഷികളും ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതേസമയം ആണവശക്തിയായ ഉത്തര കൊറിയയും ഏതു നിമിഷവും അമേരിക്കയ്ക്കെതിരെ പ്രകോപനത്തിന് വരാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായും ഉടക്കിയ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ചപ്പോൾ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി സമവായത്തിലെത്തിയിരുന്നത്. ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ പഴയ കിം ജോങ് ഉന്നിനേക്കാൾ 10 മടങ്ങ് ശക്തിയിലാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരിയുള്ളത്. റഷ്യയുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാറാണ് അത്രയ്ക്കും ശക്തമായ ഒരു നിലപാടെടുക്കാൻ ഉത്തര കൊറിയയെ സഹായിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും എന്ത് ഭീഷണി ഉണ്ടായാലും സൈനികമായി പരസ്പരം സഹായിക്കുമെന്നതാണ് ഈ കരാർ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുടിൻ പറഞ്ഞാൽ അമേരിക്കയിലേക്കും കിം ജോങ് ഉൻ ആണവ മിസൈൽ അയക്കുമെന്നത് വ്യക്തം. അമേരിക്കയുടെ ലോക പോലീസ് കളി അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും മാത്രമല്ല ഉത്തര കൊറിയയ്ക്കുമുണ്ട്. അമേരിക്കൻ ചേരി ഉപരോധം കൊണ്ടുവന്നാലും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഉത്തര കൊറിയ ഇപ്പോൾ. പക്ഷേ അമേരിക്കയുടെ അവസ്ഥ അതല്ല. ഒരു ചെറിയ ബോംബ് വീണാൽ പോലും ആ നിമിഷം തകരുന്ന ഓഹരി വിപണി, ഭയന്ന് ബോധം കെട്ടു വീഴുന്ന മാനസികാവസ്ഥയിലുള്ള ജനങ്ങൾ, ഇതൊക്കെയാണ് അമേരിക്കയിലുള്ളത്. തീർച്ചയായും ഇതെല്ലാം വലിയൊരു പ്രശ്നം തന്നെയാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഇത് തീർച്ചയായും പ്രശ്നം ഉണ്ടാക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. മാത്രമല്ല നിലവിലെ സ്ഥിതി ഒരു 3ാം ലോക മഹായുദ്ധത്തിന് വഴിതെളിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ. മലയാളി വാർത്ത ഇൻസൈഡ്.